Hey guys, good morning. Welcome to day 3. So ഇന്ന് ഹൈദരാബാദിലെ ഡേ 3 ആണ്. സോ ഇന്നത്തെ ഐറ്റ്നറി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോകുന്ന സ്ഥലം ചാർമിനാറാണ്. ചാർമിനാർ പോയി അവിടെ കുറച്ച് അടുത്ത് നല്ല ഷോപ്പിംഗ് സ്ട്രീറ്റൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. സോ അവിടെ ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് അടുത്ത് തന്നെ മെക്ക മസ്ജിദ് ഉണ്ട്. സോ മെക്ക മസ്ജിദും നമ്മൾ കണ്ടിട്ട് അതിനുശേഷം നമ്മൾ ചൗമാല പാലസ് പറഞ്ഞൊരു പാലസിലും പോയിട്ട് പിന്നെ അതിനുശേഷം NTR ഗാർഡനിലാണ് പോണത്. സോ ഇപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ ഞാൻ ഈ കവർ ചെയ്യണ സ്ഥലങ്ങളുടെ വിശേഷങ്ങളായിരിക്കും പറയാം. സോ സ്റ്റേ ട്യൂൺ ഗൈസ്. അപ്പോൾ ഞങ്ങളിവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. സോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ശേഷം നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് തിരിക്കുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ ഞാൻ ആ ഡെസ്റ്റിനേഷൻ എത്തിയതിനു ശേഷം നിങ്ങൾക്ക് വിശേഷങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ചാർമിനാർ കാണാൻ വന്നിരിക്കുകയാണ്. സോ ഈ കാണുന്നതാണ് ചാർമിനാർ. സോ ഇതാണ് ആ സ്ട്രീറ്റ്, ചാർമിനാർ സ്ട്രീറ്റ്. സോ നമ്മൾ മുമ്പിൽ പോയിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ചാർമിനാറിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്. നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു ഇന്ത്യയിലെ ഫേമസ് മോണ്യുമെൻ്റ് ആണ് ഈ ചാർമിനാർ. സോ ഈ ചാർമിനാറിൻ്റെ അടുത്ത് ഒരുപാട് ഷോപ്പുകളുണ്ട്, കൊച്ചു കൊച്ചു ഷോപ്പുകളാണ്. സോ അവിടെ നമുക്ക് ഷോപ്പിംഗ് ചെയ്യാം. ഹായ് ഗൈസ്, അപ്പോൾ നമ്മളിവിടെ ഹൈദരാബാദിലെ ലാഡ് ബസാറിൽ വന്നിരിക്കുകയാണ്. ലാഡ് ബസാർ എന്ന് വെച്ചാൽ ഒരുപാട് ഫേമസ് ആയൊരു ഷോപ്പിംഗ് സ്ട്രീറ്റാണ്. ഇവിടെ ഒരുപാട് സാധനങ്ങൾ കിട്ടും. എന്താ വാങ്ങിക്കേണ്ടതെന്ന് ഭയങ്കര കൺഫ്യൂഷനാണ് ഗൈസ്. പക്ഷേ ഞാൻ പെർഫ്യൂംസിൻ്റെയും അത്തറിൻ്റെയും ഫാൻ ആയതുകൊണ്ട് ഞാൻ കുറച്ച് അത്തർ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അറേബ്യൻ ഊതാണ് വാങ്ങിച്ചത്, പിന്നെ ഒരു റോസിൻ്റെ അത്തരം വാങ്ങിച്ചു. സ്മെൽ അടിപൊളിയാണ്. സോ കുറച്ചും കൂടി ഷോപ്പിംഗ് ചെയ്യാനുണ്ട്. പക്ഷെ നമ്മൾ ഗൈഡിൻ്റെ കൂടെ വന്നത് കാരണം നമുക്ക് 1 മണിക്കൂർ ടൈം തന്നിട്ടുണ്ട്. ആ സമയത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരുപാട് ഷോപ്പിംഗ് ചെയ്യാം ഗൈസ്. ഇവിടെ ഷോപ്പിംഗ് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് കടകളുണ്ട് ഷോപ്പിംഗ് ചെയ്യാൻ. സോ നല്ല ഭംഗിയുള്ള പെൺകുട്ടികൾക്ക് പറ്റുന്ന ഒരുപാട് സാധനങ്ങളുണ്ട്. ബാഗ്സ്, ഒരുപാട് വെറൈറ്റി ബാഗുകളുണ്ട്. ചെരുപ്പുകൾ ഒരുപാടുണ്ട്. സോ ഇതൊക്കെയാണ് ഇവിടെ ഷോപ്പിംഗ് ചെയ്യാൻ പറ്റുന്നത്. ഈ സ്ട്രീറ്റിൽ ഒരുപാട് കടകളാണ് ഗൈസ്. ചാർമിനാറിൻ്റെ അടുത്തുള്ള സ്ട്രീറ്റ് തന്നെയാണ്. സോ ഒരുപാട് ഷോപ്സ് ഉണ്ട്.
ഞങ്ങളിങ്ങനെ ഇവിടെ ഒരു കടയിൽ വന്നിരിക്കുകയാണ്. സോ ഇവിടെ ഫേമസ് ആയൊരു സ്വീറ്റ് ഉണ്ട്. സ്വീറ്റ് എന്ന് വെച്ചാൽ അതൊരു പാലിലുള്ളൊരു സാധനമാണ്. ഷായി ദൂത് മലായി എന്നാണ് അതിൻ്റെ പേര്. സോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് സാധനം. കഴിച്ചു നോക്കണം ഗൈസ്. അടിപൊളി ടേസ്റ്റാണ്, നല്ല സ്വീറ്റാണ്. ഇതാണ് കടയുടെ പേര് ഗൈസ്. കിങ്സ് ജ്യൂസ് ആൻഡ് ഷവർമ എന്നാണ് കടയുടെ പേര്. സോ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഫ്രൂട്ട്സും ഒരുപാട് കഴിക്കാനുള്ള വെറൈറ്റീസ് ഒക്കെ കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ മെക്ക മസ്ജിദിലാണ്. എൻ്റെ പുറകെ കാണുന്നതാണ് ഈ മെക്ക മസ്ജിദ്. സോ ഈ മസ്ജിദ് നിർമ്മിക്കാൻ 78 വർഷം എടുത്തു എന്നാണ് പറയുന്നത്. 78 ഇയേഴ്സ് എടുത്തു. നല്ല ബ്യൂട്ടിഫുൾ ആയ ഒരു പ്ലേസാണ്, മസ്റ്റ് വിസിറ്റ് പ്ലേസാണ്. പക്ഷേ ഈ മസ്ജിദിൻ്റെ അകത്ത് വരുമ്പോൾ നമ്മൾ ദുപ്പട്ടയോ ഷോളോ എന്തെങ്കിലും നമ്മൾ തലയിലിട്ട് മറച്ചിട്ട് വേണം വരാൻ. ഒരുപാട് പ്രാവുകളുണ്ട്. സോ എൻ്റെ പുറകെ നിങ്ങൾക്ക് കാണാം, ഒരുപാട് പ്രാവുകളുണ്ട് സ്ഥലത്ത്. വെരി ബ്യൂട്ടിഫുൾ പ്ലേസ് ഗൈസ്. പിന്നെ ഈ കാണുന്ന ആർച്ചുകളൊക്കെ ഒറ്റ സ്റ്റോൺ കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞു ഗൈസ്. സീരിയസ്ലി ഒരു നല്ല ഭംഗിയുള്ളൊരു പള്ളി തന്നെയാണത്. ഇപ്പോൾ ഇവിടെ പ്രാവിന് ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു ലേഡി. ഇവിടെ നിറച്ച് പ്രാവുകളാണ് ഗൈസ്. ആസ് യു ക്യാൻ സീ. ഷോ ആ കറണ്ട് കമ്പി മൊത്തം പ്രാവുകളാണ്. ഈ കാണുന്ന കറണ്ട് കമ്പി മൊത്തം. അടിപൊളി സീൻ. അപ്പോൾ ഞങ്ങളിവിടെ ലഞ്ച് കഴിക്കാൻ വന്നിരിക്കുകയാണ്. ഞാൻ ഈ ഹോട്ടലിനെ പറ്റി ഓൾറെഡി ആദ്യം പറഞ്ഞിരുന്നു. നമ്മുടെ ഡേ 1 ലഞ്ച് കഴിക്കാൻ വന്ന അതേ ഹോട്ടലാണ്, ഹോട്ടൽ ബ്ലൂസി. സോ നമ്മൾ ലഞ്ച് കഴിക്കാൻ വന്നത്. ഞങ്ങളങ്ങനെ ലഞ്ച് കഴിച്ചു. ബ്ലൂസി എന്നാണ് റെസ്റ്റോറൻറ്റിൻ്റെ പേര്. നല്ല ടേസ്റ്റായിരുന്നു ബിരിയാണി. ഞാൻ എൻ്റെ പ്രീവിയസ് വ്ലോഗിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല ഫുഡായിരുന്നു. സോ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ NTR ഗാർഡൻ ആണ്. സോ നമ്മളിവിടുന്ന് നേരെ NTR ഗാർഡനിൽ പോയിട്ട് അവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ച് വീണ്ടും റൂമിലേക്ക് പോകുന്നതായിരിക്കും. സോ ഞാൻ ആ ഗാർഡനിൽ എത്തിയ ശേഷം ബാക്കി വിശേഷങ്ങളൊക്കെ പറയുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങളങ്ങനെ ഭക്ഷണം കഴിച്ച് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് വന്നിരിക്കുകയാണ്. NTR ഗാർഡൻ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. സോ ഞാൻ ഈ ഗാർഡൻ്റെ അകത്ത് പോയിട്ട് അവിടുത്തെ വിഷ്വൽസൊക്കെ ഷൂട്ട് ചെയ്യുന്നതായിരിക്കും ഗൈസ്. ഇപ്പോൾ ടൈം 5:30 മണിയായി. സോ നമ്മളിവിടെ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ ഷൂട്ട് ചെയ്ത ശേഷം കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ നമ്മൾ റൂമിലേക്ക് പോകുന്നതായിരിക്കും. സോ സീ യു ഗൈസ്.
നല്ല തിരക്കുണ്ട് ഗൈസ്. ഇതൊക്കെ പോയിട്ട് നമ്മളിവിടെ എന്തൊക്കെയുള്ളതെന്ന് നോക്കിയിട്ട് വരാം. ഇവിടെ കുറച്ച് കൊച്ചു കൊച്ചു പൂച്ചെടികളൊക്കെ ഉണ്ട്. അത് നിറയെ പൂക്കളാണ് ഗൈസ്. യെല്ലോവും വൈറ്റും ഓറഞ്ചും ഫ്ലവേഴ്സ് ആണ്. വെരി ബ്യൂട്ടിഫുൾ. ഇങ്ങനെ ഒരുപാട് പൂന്തോട്ടങ്ങളുണ്ട് ഇവിടെ. സോ ഞാൻ അതൊക്കെ ഷൂട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ ഒരു കൊച്ചു ഫൗണ്ടൻ ഉണ്ട് ഗൈസ്. കാണാൻ നല്ല ഭംഗിയുണ്ട്. നല്ല തണുപ്പുണ്ട്. നിറയെ ചെറിയ പൂന്തോട്ടങ്ങളുണ്ട് ഗൈസ്. സോ ഇത് റോസ് ആണ്. 250 രൂപ ഫൈൻ പൊട്ടിച്ച് കഴിഞ്ഞാൽ. സോ നല്ല റോസ് ചെടികളുണ്ട്. അതിൽ നല്ല റോസും വിരിഞ്ഞിട്ടുണ്ട്. നൈസ്. നമ്മൾ ഈവനിങ് ടൈമിൽ വന്ന് ചില്ല് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്. ഇൻട്രസ്റ്റിംഗ്. ഗൈസ്, അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്തു. അകത്തൊക്കെ പോയി ചുറ്റി കണ്ടു. നല്ലൊരു ബ്യൂട്ടിഫുൾ ഗാർഡൻ ആണ് ഗൈസ്. ഇവിടെ പൂച്ചെടിയും പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ കാണാം ഒരുപാട് ലൈറ്റിങ്സും വാട്ടർഫാളും ഒക്കെ ആയിട്ട് വെരി ബ്യൂട്ടിഫുൾ. കുട്ടികൾക്ക് കളിക്കാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഒരുപാട് ഗെയിംസ് ഉണ്ട് ഇവിടെ. സോ കുട്ടികൾക്കും നല്ല ടൈം പാസ് ആവും വന്നു കഴിഞ്ഞാൽ. പിന്നെ ഇപ്പോൾ സമയം ഇരുട്ടിയത് കൊണ്ട് ലൈറ്റിങ്സ് ഒക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പം ഞങ്ങൾ അങ്ങനെ റൂമിലെത്തി. എല്ലാവരും കറങ്ങി ലാസ്റ്റിൽ NTR ഗാർഡൻ പോയിട്ട് അവിടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗാർഡനും ഗെയിംസും എല്ലാം കളിച്ച് നമ്മൾ വീണ്ടും റൂമിലെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഡിന്നർ കഴിക്കാൻ പോകണം. സോ ഡിന്നർ കഴിക്കാൻ പോകണ മുന്നേ നമ്മൾ ഹൈദരാബാദ് മെട്രോയിൽ പോകാൻ പോവാണ്. അപ്പോൾ നമ്മളും കുട്ടികളും എല്ലാവരും മെട്രോയിൽ പോയി ഒന്ന് കറങ്ങിയതിന് ശേഷം നമ്മൾ ഹോട്ടലിൽ വന്ന് ഡിന്നർ കഴിക്കുന്നതാണ്. അപ്പോൾ ഞാൻ അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ അവിടെ എത്തിയ ശേഷം പറയുന്നതായിരിക്കും ഗൈസ്. ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ മെട്രോ സ്റ്റേഷനിലാണ്. നമ്മൾ ട്രെയിൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. നമ്മുടെ കൂടെ കുട്ടികളും നമ്മുടെ കസിൻസും എല്ലാവരും ഉണ്ട്. ഹായ് ഗായ്സ്, വെൽക്കം ടു ഡേ 4. അപ്പോൾ ഇന്ന് ഹൈദരാബാദിലെ ഡേ 4 ആണ്. സോ ഇന്നത്തെ ഡെസ്റ്റിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിർള മന്ദിറാണ്. ഇന്ന് നമ്മുടെ ലാസ്റ്റ് ഡേ ഓഫ് ട്രിപ്പായിരുന്നു. കാരണം ഇന്ന് നമ്മൾ ബുക്ക് ചെയ്തത് 3 night 4 days പാക്കേജ് ആയിരുന്നു. സോ ഈ ടുഡേ ഈസ് ദ ലാസ്റ്റ് ഡേ. സോ അതിനുശേഷം നമ്മൾ ഇന്ന് തിരിച്ച് ബാംഗ്ലൂർ പോകുന്നതായിരിക്കും. സോ ഇപ്പോൾ സമയം 7:45. നമ്മളിവിടെ നിന്ന് നേരെ ഹോട്ടലിൽ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ശേഷം നമ്മൾ ബിർള മന്ദിർ പോയി അവിടെ കുറച്ച് നേരം കറങ്ങി ടൈം സ്പെൻഡ് ചെയ്ത് തിരിച്ച് റൂമിൽ വന്നിട്ട് നമ്മൾ ചെക്കൗട്ട് ചെയ്തിട്ട് കാർ എടുത്തിട്ട് തിരിച്ച് ബാംഗ്ലൂർ പോകുന്നതായിരിക്കും. സോ വിശേഷങ്ങളൊക്കെ ഞാൻ അവിടെ എത്തിയ ശേഷം പറയുന്നതായിരിക്കും ഗൈസ്.
അപ്പോൾ ഞങ്ങളങ്ങനെ ഹോട്ടലിലെത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ശേഷം നമ്മളിപ്പോൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ബിർള മന്ദിറാണ്. സോ ബിർള മന്ദിറിൻ്റെ അകത്ത് മൊബൈൽസും ബാഗ്സും ഒന്നും അലൗഡ് അല്ലാത്ത കാരണം ഞാൻ ബാഗ്സൊക്കെ കാറിൽ വെച്ചിട്ടായിരിക്കും പോകുന്നത്. സോ ഞാൻ ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ പോയി വന്ന ശേഷം പറയുന്നതായിരിക്കും ഗൈസ്. ബൈ പറ. ഗൈസ്, അപ്പോൾ ഞങ്ങളങ്ങനെ ബിർള മന്ദിറിലെത്തി, കാർ പാർക്ക് ചെയ്തു. സോ ഇവിടുന്ന് കുറച്ച് നടക്കാനുണ്ട്. കുറച്ച് നടന്ന് താഴേക്ക് പോയി കഴിഞ്ഞാലാണ് ബിർള മന്ദിർ. അകത്ത് ഫോൺസൊന്നും അലൗഡ് അല്ല, ബാഗും ഒന്നും അലൗഡ് അല്ല. സോ അതൊക്കെ ഞാൻ ഇവിടെ ഹാൻഡ് ഓവർ ചെയ്തിട്ടായിരിക്കും പോകുന്നുണ്ടാവുക. പക്ഷേ ഇത് നല്ലൊരു സ്ഥലമാണ് ഗൈസ്, നല്ല പച്ചപ്പുള്ള നല്ലൊരു സ്ഥലം. സോ ഒരുപാട് ഏക്കർ സ്ഥലമുണ്ട് ഇവിടെ. സോ അവിടെ പോയതിന് ശേഷം ഞാൻ ബാക്കി വിശേഷങ്ങൾ പറയുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ അമ്പലത്തിൻ്റെ അടുത്തൊക്കെ ഒരുപാട് കടകളുണ്ട്. സോ നമ്മളിപ്പോൾ ഈ സ്ട്രീറ്റിലാണ് വന്ന് നിൽക്കുന്നത്. സോ ഇവിടുന്ന് കുറച്ച് നടക്കാനുണ്ട് ഗൈസ്. സോ എൻ്റെ പുറകെ നിങ്ങൾക്ക് കാണാം പൂജാ സ്റ്റോഴ്സും ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ കിട്ടും. സോ നിങ്ങൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഫോൺസും മൊബൈൽസും ബാഗ്സും ഒന്നും ഇല്ലാണ്ട് വേണം വരാൻ. ഞാനിനി അകത്ത് പോയിട്ട് നിങ്ങൾക്ക് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ കാണിക്കുന്നതായിരിക്കും. ഇതാണ് ആ ബിർള മന്ദിർ. അകത്ത് ഫോൺ അലൗഡ് അല്ലാത്ത കാരണം ഞാൻ തിരിച്ച് വന്നു കഴിഞ്ഞിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം. നല്ലൊരു അമ്പലമാണ് ഗൈസ്, നടക്കാൻ ഒരുപാടുണ്ട് മെയിൻ റോഡിൽ നിന്ന്. സോ വിശേഷങ്ങളൊക്കെ ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഞാൻ അമ്പലത്തിൻ്റെ മുകളിലത്തെ ഫ്ലോറിലാണ്. സോ അവിടെ നിന്ന് കണ്ട ഈ ഹൈദരാബാദ് ഗൈസ്. അപ്പോൾ ഞങ്ങളങ്ങനെ ലഞ്ച് കഴിക്കാൻ വന്നിരിക്കുകയാണ്. വി ആർ ഓൺ ദ വേ ടു ബാംഗ്ലൂർ. നമ്മൾ ബാംഗ്ലൂർ എത്തുമ്പോൾ ഒരു 2:30, 3 o'clock ആവും നൈറ്റ്. സോ ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം. ഗൈസ്, നമ്മളിപ്പോൾ ഇവിടെ ഏതോ ഒരു ഹൈവേയിൽ എത്തിയിരിക്കുകയാണ്. എവിടെ സ്ഥലം എന്ന് അറിഞ്ഞൂടാ, പക്ഷേ ഇവിടെ ഒരു കുൽഫി വണ്ടി നിൽക്കുന്നു ഗൈസ്. അപ്പോൾ ഒരുപാട് കാലത്തിന് ശേഷം കുൽഫി കഴിക്കാനൊരാഗ്രഹം. അപ്പോൾ ഞാൻ കുൽഫി വണ്ടിയുടെ മുമ്പിലാണ്. സോ ടേസ്റ്റ് ചെയ്യാൻ പോവാം. ഗൈസ്, അപ്പം ഞങ്ങൾ അങ്ങനെ കിയ പ്ലാന്റിൻ്റെ മുമ്പിൽ എത്തിയിരിക്കുകയാണ്. സോ ഞാൻ ഓൾറെഡി എൻ്റെ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതാണ് ആ മെയിൻ ഫാക്ടറി. ഇത് ഒരുപാട് ഈ അറ്റത്തു നിന്ന് ആറ്റം വരെ ഉണ്ട് ഗൈസ്. സോ കിയ കാർസ് മാനുഫാക്ചറിങ് യൂണിറ്റ് ആണിത്. ഹായ് ഗായ്സ്, അപ്പം ഞങ്ങൾ അങ്ങനെ തിരിച്ച് ബാംഗ്ലൂർ എത്തി. ഇന്നലെ നൈറ്റ് എത്തിയപ്പോൾ കുറച്ച് വൈകി. സോ വന്ന് കിടന്നപ്പോൾ ഒരുപാട് ലേറ്റായി. സോ ഈ ട്രിപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു അടിപൊളി ട്രിപ്പായിരുന്നു. ഹൈദരാബാദ് പോകണമെന്ന് ഒരുപാട് കാലമായി വിചാരിക്കുന്നു. ആ ആഗ്രഹം ഇപ്പോൾ സാധിച്ചു. പിന്നെ നമുക്ക് ഈ ട്രിപ്പ് അറേഞ്ച് ചെയ്ത് തന്നത് മെറിഡിയോസ് ട്രാവൽസ് എന്നൊരു ട്രാവൽ ഏജൻസി ആയിരുന്നു. നമ്മുടെ കൂടെ 2 ഗൈഡ് ഉണ്ടായിരുന്നു. 1 മിസ്റ്റർ മുനാവിറും 1 മിസ്റ്റർ സനീലും. 2 പേരും അടിപൊളി ഗൈഡായിരുന്നു. കാരണം നമ്മുടെ സ്റ്റേ ആയാലും ഫുഡായാലും നമ്മുടെ സൈറ്റ് സീയിങ് ആയാലും എല്ലാം നമുക്ക് അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്ത് തന്നു. പിന്നെ ഈ ട്രിപ്പിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്പോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ രാമോജി ഫിലിം സിറ്റി ആയിരുന്നു. ഞാൻ പ്രീവിയസ് വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞിരുന്നു. കാരണം ഞാൻ സിനിമ ഇഷ്ടപ്പെടുന്ന ഒരു ആളായതുകൊണ്ട് എനിക്ക് രാമോജി ഫിലിം സിറ്റി ഒരുപാട് ഇഷ്ടപ്പെട്ടു. സോ നിങ്ങളും ഫാമിലി ആയിട്ട് സേഫായിട്ട് ഇതുപോലെ ഒരുപാട് സ്ഥലങ്ങളിൽ ട്രാവൽ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ മെറിഡിയസ് ട്രാവൽസിനെ കോൺടാക്ട് ചെയ്യുക. ഞാൻ അവരുടെ ഡീറ്റെയിൽസ് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ടാവും. സോ പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരെ സീ യു ഗൈസ്.